ഹായ്, വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സിംഗ് സീരീസ്. ഇന്ന് നമ്മൾ എങ്ങനെ പാഡ് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇത് എൻ്റെ ഒരു ക്ലയൻറ്റ്, പേര് അൻപു. അപ്പം ഇവരാണ് നമ്മൾ ഇന്ന് എങ്ങനെ പാഡ് വർക്ക് നമുക്ക് ഡെമോ ആയിട്ട് നിൽക്കുന്ന ആൾ. സോ നമുക്ക് ബിഗിൻ ചെയ്യാം. ഇപ്പം ഒരു ബിഗിനറാണ്, ഇദ്ദേഹം ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ആദ്യം എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ പാഡ് എങ്ങനെ ഹോൾഡ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു, കൈ എപ്പോഴും നമുക്കിവിടെ ഒരു കുഴിയായിട്ട് വെക്കണം. അതേപോലെ ഔട്ട്സൈഡിലേക്ക് ലോക്ക് ചെയ്ത് പിടിക്കും. എങ്കിൽ മാത്രമേ ഇമ്പാക്റ്റ് വരുന്നത് നമ്മുടെ ഹാൻഡിലേക്ക് നമുക്ക് അതായത് ഒരു സിംഗിൾ പോയിന്റിൽ ഇമ്പാക്റ്റ് വരാണ്ടിരിക്കുള്ളൂ. അപ്പം പാഡ് ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു സ്റ്റൈലിൽ പിടിക്കുക. ആൻഡ് ഇതിപ്പോൾ എൻ്റെ ഹൈറ്റിലുള്ള ഒരാളല്ല, എന്നേക്കാൾ ചെറുതാണ്. ഞാൻ ഒരു കാരണവശാലും പാഡ് കൊണ്ടുപോയിട്ട് ഈ ഹൈറ്റിൽ വെക്കരുത്, ആൻഡ് ഒരുപാട് താഴെയും വെക്കരുത്. അയാളുടെ അതായത് നമുക്ക് ആരാണോ പാഡ് ചെയ്യാൻ നമ്മുടെ ഒപ്പണൻ്റായിട്ട് നിൽക്കുന്നത് അയാളുടെ ഫേസ് ലെവലിൽ മാത്രമായിരിക്കണം പാഡ് വെക്കേണ്ടത്. ആൻഡ് സം കേസ് ഇപ്പം നിങ്ങളൊരു ഫൈറ്റിൽ ഇറങ്ങാണ്, നിങ്ങളുടെ ഒപ്പണൻറ്റിനെ നിങ്ങൾക്ക് നേരത്തെ അറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്യാം. ഹെഡിൻ്റെ മുകളിൽ ടോളറായിട്ടുള്ള ഒരു ഗൈനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യാം. പക്ഷെ ഒരു ബിഗിനറെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫേസ് ലെവലിൽ വേണം പാഡ് വെക്കാൻ. ആൻഡ് ബേസിക് പഞ്ചസ് ആയിട്ടുള്ള 1 and 2 ഇതിലാണ് നിങ്ങളുടെ പാഡിങ് സെക്ഷൻ തുടങ്ങേണ്ടത്. സോ നമ്മൾ ആദ്യം തന്നെ 1 എന്ന പഞ്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഗാഡ 1 ഇല്ല, നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് മാത്രം, മൂവ്മെൻ്റ് ഒന്നുമില്ല. 1 1 1 1 1 1. ഇതിൽ ഇപ്പം ഞാൻ 1 എന്ന പഞ്ച് ചെയ്തത് നിങ്ങൾ നോക്കുക. സപ്പോസ് ഞാൻ ഈ ഒരു പാഡ് ഇത്ര അടുത്ത് വെച്ചു, 1 1 1. അവിടെ എന്ത് സംഭവിച്ചു? സ്ട്രെയിറ്റ് പഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? കൈ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യണം. പക്ഷെ ആ കൈ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ അല്ല. അപ്പം പാഡ് ഹോൾഡ് ചെയ്യുന്ന ആളുടെ ഡ്യൂട്ടിയാണ് കൈ പാഡും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതിനനുസരിച്ച് വേണം നിൽക്കാൻ. 1 more time. 1 nice 1 good. ലൈറ്റ് പഞ്ചസ് മതി. 1 1 1. സോ ഫസ്റ്റ് പഞ്ച് 1 അതൊരു പ്രോപ്പർ വേയിൽ നമ്മൾ ആദ്യത്തെ പഞ്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കിയത്. ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അയാളൊരു ബിഗിനർ അല്ല, അയാളൊരു കുറച്ചുകൂടെ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? പവർഫുൾ പഞ്ചസിലേക്ക് വരാം. പവർഫുൾ പഞ്ചസിലേക്ക് വരുന്ന അതല്ലെങ്കിൽ അയാൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് ലെഗ് യൂസ് ചെയ്യാൻ പറയാം, സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറയാം. അതിനെ തന്നെ നമുക്കൊന്നുകൂടെ ഡയറക്ഷൻ കട്ട് ചെയ്യുന്ന രീതി. അടുത്തത് നമുക്ക് 2 എന്ന പഞ്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 2 ലെഗ് മൂവ്മെന്റ് ഒന്നുമില്ല. 2 ലൈറ്റ് പഞ്ചസ്. 2 നൈസ് 2 again 2. കൈ എങ്ങനെ വെക്കുക? ഓക്കെ, 2 again 2. Good. ഇനി ഈ പാഡിനെ ഞാൻ ഒന്നുകൂടെ മുകളിൽ വെച്ച് എന്ത് സംഭവിക്കും? 2 2 2. ആ എൻ്റെയർ ആ ഫോം എല്ലാം മാറി. ഇദ്ദേഹം ഒരു ബിഗിനർ ആണെങ്കിൽ ആ ഒരു ഫോം കാര്യങ്ങളെല്ലാം മാറി. നമുക്ക് ആ ഒരു ഹിപ്പ് റൊട്ടേഷൻ കിട്ടണം, ടോർസോ മൂവ്മെന്റ് വേണം. അപ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും ഫേസിന് നേരെ 2 ലെഗ് 2 again ഫ്രീ ആയി നിൽക്കുക 2 9. ഇത്തരത്തിൽ നമുക്ക് എന്താ ബേസിക് പഞ്ചസിൽ തുടങ്ങാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയി പഞ്ചസിനെയല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഫൂട്ട് വർക്ക്. ഈ പഞ്ചസ് തന്നെ നമ്മുടെ ഫൂട്ട് വർക്ക് വെച്ച് എങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ ഇദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു എനർജി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് കൗണ്ട് ചെയ്യുക ആൻഡ് എൻകറേജ് ചെയ്യുക. ആ ഒരു സെക്ഷൻ എൻ്റെയർ ആയിട്ട് എന്ത് ചെയ്യുക? പുഷ് ചെയ്ത് എൻകറേജ് ചെയ്യുക. ഇത്തരത്തിൽ
നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്കെ എനിക്ക് പഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു എനർജി, നമ്മളിലുള്ള എനർജി തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് മറ്റൊരു കാര്യം. ആൻഡ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഓക്കെ പഞ്ചസ് നമ്മൾ കഴിഞ്ഞു. പഞ്ചസ് ബേസിക്കലി എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. ഒരിക്കലും ഇന്റൻസിറ്റിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. എപ്പോഴും ഗാർഡിനും ലെഗ് മൂവ്മെന്റിനും വേണം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. റെഡി? 1 1 എൻ്റെ കൗണ്ടിൽ 1 ലൈറ്റ് പഞ്ചസ് 1 1 1 1 1 1 1. ഇത്തരത്തിൽ പഞ്ചിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൗണ്ടർ അഗൈൻ 1 1 1 വേണ്ട, ജസ്റ്റ് ആൻഡ് മാത്രം മതി. 1 1 1. ഗാർഡ് വെക്കുന്നുണ്ടോ? നിങ്ങളുടെ ക്ലയന്റിന്റെ ഗാർഡ് പൊസിഷൻ സ്ട്രോങ് ആണോ എന്ന് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫൗണ്ടേഷന് തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ആ ഒരു ക്ലയന്റിനെ ഒന്നുകൂടെ പൊക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ആദ്യം തെറ്റ് പഠിപ്പിച്ചു, അതായത് നിങ്ങളുടെ ക്ലയന്റ് എന്ന് പറയുന്നത് ഗാർഡ് ഇല്ലാണ്ട് ഇപ്പം വണ്ണെന്ന പഞ്ച് ചെയ്തിട്ട് കൈ താത്തി വെക്കുക, വാ ഇങ്ങനെ ഒരു പൊസിഷനിലേക്കാണ് ചെയ്യുന്നത്, ഇത്ര വേണ്ട, ഒരു നോർമൽ അഗൈൻ വാ, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അയാൾ സ്പാർ ചെയ്യുന്ന സമയത്ത് അവിടെ പഞ്ച് കിട്ടും. അപ്പോൾ പഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്തിനാണ്? ഗാർഡ് വെക്കാൻ പഠിപ്പിക്കുന്നതിലാണ്. അപ്പം എപ്പോഴും ഗാർഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? ഡിസ്റ്റൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പാഡ് എങ്ങനെ പിടിക്കാം, പാഡ് എവിടെ വെക്കണം, നമ്മൾ ഏതൊക്കെ പഞ്ചിൽ ആദ്യം തുടങ്ങാം, ആൻഡ് പഞ്ച് ചെയ്യേണ്ട സ്റ്റൈൽ ലൈറ്റ് പഞ്ചസ് ആയിരിക്കണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കി. ശരി, ഇതെല്ലാം ബേസിക്കലി നമ്മൾ അതായത് ഒരു ബിഗിനറിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ നമുക്ക് ഫുട് വർക്ക് യൂസ് ചെയ്യാം. സ്റ്റെപ്പിൻ ചെയ്തിട്ടായിരിക്കും 1 വാ വാ ബോഡി. ആൻഡ് നമുക്ക് ഇന്റൻസിറ്റിയിൽ പിന്നീടാണ് നമ്മൾ ഇന്റൻസിറ്റി ഫോക്കസ് ചെയ്യുന്നത്. ഹിപ്പ് റൊട്ടേഷൻ അടക്കെ വാ, ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യും, വാ വാ. നൈസ്. ഇപ്പം എന്താണ്, കുറച്ചുകൂടെ നമുക്ക് ഇന്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പുഷ് ചെയ്യാം. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഇന്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യരുത്. പഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഈ ഒരു മൂവ്മെന്റ്, ടോർസോ മൂവ്മെന്റ്. റെഡി? വാ വാ. നൈസ്. അഗൈൻ വെയ് അഗൈൻ. ഗുഡ്. ഗാർഡ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റൻസിറ്റി കൂട്ടാം ആൻഡ് ഇന്റർവെല് കൊടുക്കാം. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യിക്കാണ്ട് ഒരു 2 മിനിറ്റ് നമ്മൾ പാഡ് ചെയ്തു, ഒരു 1 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 2 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാം. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യാം. കണ്ടിന്യൂ ആയിട്ട് പുഷ് ചെയ്യരുത്, പറ്റത്തില്ല. ഷോൾഡറിൽ നമുക്ക് ലാക്റ്റിക് ആസിഡ് വന്ന് നിറഞ്ഞിട്ട് കൈ നിവർത്താൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പം പാഡ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു ലെവൽ അനുസരിച്ച് തന്നെ പുഷ് ചെയ്യുക. റെഡി? 2. നമ്മളിവിടെ 2 എന്ന പഞ്ച് എങ്ങനെ സ്റ്റെപ്പിൻ ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. 2 2 ഫുൾ എക്സ്റ്റൻഷൻ വേണം. 2 2 2 ബോഡി തിരിയട്ടെ. 2 നൈസ്. അഗൈൻ. ഗുഡ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 and 2 ഇന്റൻസിറ്റിയിൽ പിന്നീട് നമുക്കതിനെ എന്ത് ചെയ്യാം? കൊണ്ടുവരാവുന്നതാണ്. ഇപ്പം 1 ചെയ്ത സമയത്ത് ഈ ഒരു മൂവ്മെന്റ്, ആൻഡ് ഇതൊന്നും ഒരു ബിഗിനറിന് കിട്ടുന്നതല്ല. നിങ്ങൾ ഒരുപാട് സമയം എന്താ ഒരു ബിഗിനറിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിന് ചിലവഴിക്കരുത്. ലൈറ്റായിട്ട് തുടങ്ങുക. ആൻഡ് 2 എന്ന പഞ്ച് ചിലപ്പോൾ അവർ സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മൾ ഒരു റിയൽ ടൈം, അതായത് നമ്മുടെ ഔട്ട് സൈഡ് വെച്ച് പഞ്ച് ചെയ്യുക, ബോഡി ഒരുപാട് ലീൻ ചെയ്യുക, ആൻഡ് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യരുത്? പിടിവാശി കാണിക്കരുത്. ജസ്റ്റ് പഞ്ച് ചെയ്യാൻ വേണ്ടി വിടുക. ആൻഡ് പഞ്ച് ചെയ്യുന്ന സമയത്ത് ചില കറക്ഷൻസ്, അതായത് ഫ്യൂച്ചറിൽ തിരുത്താൻ പറ്റാത്ത കറക്ഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക.
നമ്മളെ ഹാബിറ്റ് ആക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം പഞ്ച് ചെയ്ത് സിനിമ സ്റ്റൈൽ അവിടെ നിൽക്കുകയാണ്, കൈ അവിടെ നിന്ന് തിരിച്ചെടുക്കുന്നില്ല, അതൊരു നെഗറ്റീവാണ്. നമ്മൾ പിന്നെ എപ്പോഴും പിന്നെ കൈ ഇങ്ങനെ ഉണ്ടാവുക, അതിന് പകരം പഞ്ച് ചെയ്യുന്ന ക്യുക്കായിട്ട് തിരിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിലെപ്പോഴും ഫോക്കസ് ചെയ്യുക.